ഷെയ്ഖ് മുഹമ്മദുൽ ഹജ്ജാർ ഖദ്ദസല്ലാഹു സിർറ വലിയ മഹാനാണ്. പച്ചക്കുബ്ബ നോക്കിയിട്ട് ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ്. മദീന വിട്ട് എങ്ങോട്ടും പോകാൻ പ്രയാസം, വലിയ വിഷമായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം റമദാനാണ്, അവസാനത്തെ 27-ാം രാവിനോട് അടുപ്പിച്ച് വേറെ മദീന ലാസിമാക്കിയിരിക്കുന്ന വേറൊരു മഹാൻ ബഹുമാനപ്പെട്ടോട് ചോദിച്ചു, 1,00,000 ഒരു റക്അത്ത് നിസ്കരിച്ച ലക്ഷല്ലേ, റമദാനും 27-ാവാണ് പറയേണ്ടതില്ലല്ലോ. നമുക്കൊന്ന് മക്കത്ത് പോയി ഇവിടെ ഇങ്ങനെ മദീന ആ കുബ്ബ നോക്കി അങ്ങനെ ഇരിക്കുമ്പോ മഹാനവരോട് ചോദിക്കുക, ഒന്ന് പോയിട്ട് വരികയല്ലേ. അപ്പൊ എന്താ മഹാനവകൾ പറഞ്ഞതറിയോ? ഈ 1,00,000, 2,00,000, 10,00,000 എന്നുള്ളതൊക്കെ അല്ലാഹു തആല സ്വീകരിച്ചാലല്ലേ, സ്വീകരിച്ചില്ലെങ്കിൽ വല്ലതുണ്ടോ? അപ്പോൾ എൻ്റെ ഈ കാലയളവിലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ദിക്ർ, അതൊരു ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അള്ളാഹു സ്വീകരിച്ചതിന് ഒരു ഉറപ്പില്ല. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനറിയോ? എങ്ങോട്ടും പോകേണ്ട ഈ ഇരുത്തം പറയാലോ, ഞാൻ അവിടുത്തെ പരിസരത്ത് അങ്ങനെ ഇരുന്നിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നെങ്ങാനും എൻ്റെ മുജാവറത്തിൽ എൻ്റെ പരിസരത്ത് ആളിവിടെ ഇരുന്നിരുന്നു എന്ന് ആഖിറത്തിലെങ്ങാനും പറഞ്ഞാൽ രക്ഷപ്പെടൂലേ? അത് മാത്രമേ പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. മാഷാ അല്ലാഹ്. അങ്ങനെ കുറേ ആളുകൾ അത്തൈതു ഇലൈക യാ സനദി വഅൻത ദഖീറതി ലിഗദി ഷഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൻ ഗൗസി റസൂലല്ലാഹ്. പാപ്പയുടെ ചാരത്ത് ചെന്ന് അങ്ങനെ കാണുന്നുണ്ട്, ഞാൻ അങ്ങേ കാണുന്നില്ല, ഒരു നോക്ക് കാണാൻ ആശയുണ്ട്, കണ്ടു, ആസ്വദിച്ചു. അങ്ങനെ എത്ര ആളുകൾ, എത്ര മഹാന്മാർ. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് ശൈഖുനയുടെ ഈ മദദ്, അതിന് വേണ്ടി പറയുന്നത് അവിടുത്തെ ജീവിതം അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ പൂർണ്ണമായും ആ ഒരു ജീവിതം, അതിൻ്റെ ഒരു ചെറിയ, നമുക്ക് കഴിയൂല 1000% നമുക്ക് ആ ജീവിതം ഇങ്ങനെ പകർത്തിയിട്ട്, ഒന്നുമില്ല, പാവങ്ങളാണ്, സാധുക്കളാണ്, കഴിയൂല. എന്നാലും അവിടുത്തോട് അവിടുത്തെ മദദ് കിട്ടാനുള്ള വഴി ഞാനടക്കമുള്ള നമ്മൾ കണ്ടെത്തണേ എന്ന് ഒരു ചെറിയ ബന്ധം ഇപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ആ പരിസരത്തൊന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ തന്നെ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഞാൻ അവിടുത്തെ മക്കൾ എന്ന രൂപത്തിലല്ല ഞാൻ പറയുന്നത്, സഖാഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ വലിയ ബറക്കത്തുള്ളൊരു മജ്ലിസ്, ഖുതുബിയത്തിന്റെ മജ്ലിസ്. എന്താണ് ആ മജ്ലിസ്? അൽഹംദുലില്ലാഹ്, അതൊക്കെ ഉപ്പാപ്പയുടെ ആ മദദാണ്. ഇവിടെ നടക്കുന്ന ഓരോന്നും അൽഹംദുലില്ലാഹ് തണല് കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഖുതുബിയത്തിന്റെ മജ്ലിസ് എത്ര വലിയ പ്രതിസന്ധിയുള്ള, പ്രശ്നങ്ങളുള്ള, എല്ലാം പരിഹരിച്ചു പോയ രംഗങ്ങൾ അനുഭവിച്ചറിയുന്നവരാണ് നമ്മളൊക്കെ. ഞാനിവിടെ പറയേണ്ടതില്ല, ഞാൻ അർഹനല്ല. അതേ സ്ഥാനത്ത് ആ മജ്ലിസിൽ എത്രയോ അകലെ നിന്ന്, നീലഗിരി ജില്ലയിൽ നിന്ന്, മറ്റു ജില്ലയിൽ നിന്നൊക്കെ എല്ലാ മാസവും മുടങ്ങാതെ വരുന്നവർ എൻ്റെ അറിവിലുണ്ട്. ഒരൊറ്റ മജ്ലിസ് മുടങ്ങാതെ എന്ത് പ്രശ്നമാണെങ്കിലും സഖാഫിസ്ഥാൻ ആ ഖുതുബിയത്തിന്റെ മജ്ലിസിൽ വെച്ച് സഖാഫിസ്ഥാന്റെ ദുആയിലൊന്ന് കൂടാൻ ആ ഒരൊറ്റ ആഗ്രഹം ലക്ഷ്യം വെച്ച് വന്ന് സന്തോഷത്തോടെ മല പോലോത്ത പ്രശ്നങ്ങളുമായി വന്ന് മഞ്ഞുപോലെ ഈ വീട്ടിൽ നിന്ന് പോയവരെ നമ്മുടെ അറിവിലുള്ളവരാണ്. ഞാനത് പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അവിടുത്തെ മദദ് അസ്ഹാബുൽ ബദറിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല നമുക്കും നൽകുമാറാവട്ടെ. ആ മദദിന്റെ അഹ്ലുകാരിൽ നമ്മെ അല്ലാഹു തആല പെടുത്തുമാറാവട്ടെ.